ഓണാഘോഷത്തിന്റെ പേരിൽ കഴിഞ്ഞ വർഷം മദ്യം വിറ്റഴിച്ചതിന്റെ കണക്ക് പുറത്തു വന്നപ്പോൾ 970 കോടി രൂപയുടെ കണക്കുകളാണ്. ആ ദീപാവലിക്ക് മാത്രം പടക്കം മാത്രമായി പൊട്ടിച്ചു തീർക്കുന്നത് 7000 കോടിയാണ്. ഇനി ഇത് കട്ടുമുറിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആരും മുന്നോട്ട് വരേണ്ടതില്ല. നബിദിനത്തിന്റെ പേരും പറഞ്ഞ് റാലി നടത്താറുണ്ട്. പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായേക്കാം. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. മനുഷ്യരെന്ന നിലയ്ക്ക് സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. മതത്തിൻ്റെ ബേസിൽ പറയുമ്പോൾ നമ്മൾ ആഘോഷങ്ങൾ, നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങൾ പോലും പല മതങ്ങളിലും പല രൂപത്തിലാണ്, വ്യത്യസ്ത കോലത്തിലാണ്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു ആഘോഷമാണ് ഓണാഘോഷം. പിന്നെ വേൾഡ് ലെവലിൽ അറിയപ്പെട്ട മറ്റൊരു ആഘോഷമാണ് ക്രിസ്തുമസ് ആഘോഷം. അതുപോലെ തന്നെ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളും. ഇതിനെല്ലാം പുറമെ ആഘോഷത്വര ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ ന്യൂ ഇയർ ആഘോഷമുണ്ട്, ബർത്ത്ഡേ ആഘോഷങ്ങൾ ആളുകൾ നടത്താറുണ്ട്. അതുപോലെ ദീപാവലി, അങ്ങനെ തുടങ്ങി പ്രാദേശികമായതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ ഏതെങ്കിലും ഒരു നാടിൻ്റെയോ മാത്രമായ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ ഇന്ന് നടന്നു വരുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രക്രിയ അധികവും സമ്പത്തിനെ ഏറ്റവും മോശമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ പാഴാക്കിക്കളയുക എന്ന പ്രക്രിയ കാണാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത് ഒരു എഴുത്ത് വായിക്കാനിടയായി. ആ എഴുത്തിൽ കാണാൻ സാധിച്ചത്, വായിക്കാൻ സാധിച്ചത്, ഓണാഘോഷത്തിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷം 970 കോടി രൂപയാണ്. എന്തിനാണ്? ആഘോഷത്തിനല്ല. ആഘോഷത്തിൻ്റെ മറവിൽ മദ്യം വിറ്റഴിച്ചതിൻ്റെ കണക്ക് പുറത്തു വന്നപ്പോൾ 970 കോടി രൂപയുടെ കണക്കുകളാണ് പുറത്തേക്ക് വന്നത്. ഇനി ക്രിസ്മസിൻ്റെ കണക്കെടുത്താലും പിന്നിലൊന്നുമല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഘോഷങ്ങൾക്ക് പുറമെ അവർ മദ്യത്തിനു മാത്രം ചിലവഴിക്കുന്ന കണക്കുകൾ എത്രയെന്ന് നോക്കിയാൽ അമ്പരന്നു പോകും. ഇനി ദീപാവലി, ആ ദീപാവലിക്ക് മാത്രം പടക്കം മാത്രമായി പൊട്ടിച്ചു തീർക്കുന്നത് 7000 കോടിയാണ്. അത് ഇന്ത്യയിലൊട്ടാകെ. മനുഷ്യൻ്റെ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന സമ്പത്ത് പല രൂപത്തിൽ ഉപകരിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നു, അതല്ലെങ്കിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ മദ്യം കുടിച്ച് അപകടങ്ങളിലെത്തിയ, ആക്സിഡൻറ്റുകളുണ്ടായ, പരസ്പരം കൊലവിളികൾ നടത്തിയ, അല്ലെങ്കിൽ കുടിച്ച കുപ്പിയെ പൊട്ടിച്ച് അടുത്തിരുന്നവനെ കുത്തിക്കൊന്ന വാർത്തകളൊക്കെയും നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയൊന്നും ആളുകൾക്ക് പ്രതികരിക്കുവാനോ വിമർശിക്കുവാനോ ഒരാൾക്കും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കൊന്നും സാധിക്കുന്നില്ല. അവർ അതിൻ്റെ വക്താക്കൾ കൂടിയാണ് എന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. എന്നാൽ ഈ ഇസ്ലാമിൻ്റെ വിമർശകരോ ഇസ്ലാമിനെ പുറമേ നിന്ന് ടിവികളിലൂടെ, ചാനൽ ചർച്ചയിലൂടെ മാത്രം പഠിക്കുന്ന ചില ആളുകൾ, അവർ കാണാതെ പോയ ഒരു മനോഹാരിത ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ട്, ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ അടുത്താണ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞത്. ഇനി വലിയ പെരുന്നാൾ, ബലിപെരുന്നാൾ എന്നറിയപ്പെടുന്ന പെരുന്നാൾ നമുക്ക് വരാനുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം പ്രധാനമായും രണ്ടാണ് മുസ്ലിമീങ്ങൾക്ക്. അത് ചെറിയ പെരുന്നാൾ, 2 വലിയ പെരുന്നാൾ. ആ പെരുന്നാളിലെ ആഘോഷങ്ങളെ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇവിടെ ഞാൻ വർഗീയത പറയാനോ മറ്റു മതങ്ങൾ മോശമാണ് എന്ന് പറയാനോ വേണ്ടിയിട്ടല്ല ഈ ഒരു സംസാരം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മദ്യത്തിൻ്റെ കണക്കുകൾ പറഞ്ഞതുപോലും അത് ഒരിക്കലും ആ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല. ആ മതത്തിൽ ഒരിക്കലും മദ്യം കുടിക്കണമെന്നോ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല. മദ്യം കുടിച്ചുകൊണ്ട് ആഘോഷിക്കാൻ ഒരിടത്തും കാണാൻ കഴിയില്ല. അതുപോലെ സമാധാനത്തിൻ്റെ വക്താവായ ഈസാ അലൈഹിസ്സലാം ഇന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മദ്യം കുടിക്കുന്ന ക്രൈസ്തവരെ വിലക്കുമെന്നത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ മദ്യം എന്നത് തിന്മകളുടെ മാതാവാണ് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് എന്ന് നിലനിൽക്കെ തന്നെ ആ വിഷയത്തെ ഞാൻ ഊന്നി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇത് കട്ടുമുറിച്ച് അതോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആരും മുന്നോട്ട് വരേണ്ടതില്ല. മറിച്ച് ചില വസ്തുതകളെ തിരിച്ച് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇതിവിടെ ഉണർത്തുന്നു. അപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ സംസാരത്തിലേക്ക് വരികയാണ്. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളെ നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ. എത്ര സമാധാനമാണ്. ഇന്ന് പല ആഘോഷങ്ങളും റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടും ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പൊതുസമൂഹത്തിൽ അഴിച്ചുവിട്ടുകൊണ്ടുമാണ് പല ആഘോഷങ്ങളും നടത്തി വരാറുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളായ ബലിപെരുന്നാൾ, ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ ഒരു ബ്ലോക്ക് ഉണ്ടായതായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടന്ന്
യാത്ര തടസ്സമായ ഒരു വ്യക്തിയെ നമുക്ക് വായിക്കാൻ ചരിത്രത്തിൽ കാണില്ല. അതുപോലെ തന്നെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടിയതായിക്കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാനോ അറിയാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടോ ഇസ്ലാമേതര പ്രവർത്തനങ്ങൾ നടത്തി പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇസ്ലാമിൽ യാതൊരു ബന്ധവുമില്ല എന്നതുകൂടി സൂചിപ്പിക്കുന്നു. അത് പ്രത്യേകം ഊന്നിപ്പറയാനുള്ള കാരണം, നബിദിനത്തിൻ്റെ പേരും പറഞ്ഞ് പല ആളുകളും റാലി നടത്താറുണ്ട്. അവിടെ ചിലപ്പോഴൊക്കെ പലർക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായേക്കാം. അതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അത് ഇസ്ലാമിൻ്റെ ശരിയായ ആദർശങ്ങൾ ഉൾക്കൊണ്ട പ്രവർത്തനങ്ങളല്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന് 2 ആഘോഷമേ ഉള്ളൂ. അത് ഒന്ന് വലിയ പെരുന്നാൾ ആഘോഷം, 2 ചെറിയ പെരുന്നാൾ ആഘോഷം. ഈ 2 ആഘോഷങ്ങളും ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ രാവിലെ തന്നെ എല്ലാവരും എണീറ്റ് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട മേഖലയായ പെരുന്നാൾ നിസ്കാരം അത് ഈദ്ഗാഹിൽ നിർവഹിച്ച് അവർ 8 മണിയാകുമ്പോഴേക്ക് തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്ന രംഗങ്ങൾ. ഒരു ഘോഷയാത്രയില്ല, ഒരു ബ്ലോക്കില്ല, ഒരു വാഹന പ്രചരണങ്ങളില്ല, ശബ്ദമലിനീകരണങ്ങളൊന്നുമില്ല. ഏറ്റവും നല്ല രൂപത്തിൽ സമാധാനപരമായി സന്തോഷപരമായി കുടുംബ ബന്ധങ്ങളെ പുലർത്തുന്ന, പരസ്പരം കണ്ടുമുട്ടി സന്ദേശങ്ങൾ കൈമാറുന്ന, മദ്യം പൊട്ടിക്കാത്ത മൂല്യവത്തായ ഉപദേശങ്ങൾ മാത്രമാണ് ഈ പെരുന്നാൾ സുദിനങ്ങളിൽ പോലും വിശ്വാസികൾ കേട്ട് അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത്. മദ്യം പാടില്ല എന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഡാൻസും പാട്ടും കൂത്തും അതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുമെന്നും പൈശാചികതയാണ് എന്നും ഒക്കെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ച് മൂല്യവത്തായ മനുഷ്യരെ നിർമ്മിച്ചെടുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആശയവും അതുപോലെ തന്നെ അതിൻ്റെ പെരുന്നാളിൻ്റെയും അതിൻ്റെ ആഘോഷങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതുകൊണ്ട് മറ്റു ദർശനങ്ങൾക്കോ മതങ്ങൾക്കോ തുലനം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആദർശവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മൂല്യവത്തായ ഉപദേശങ്ങളും അതുപോലെ അതിൻ്റെ ആഘോഷങ്ങൾ പോലും ആ രൂപത്തിൽ അർത്ഥവത്തായ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ നിങ്ങളെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കണക്കുകൾ മദ്യം കുടിക്കാനാണ് ആളുകൾ പൊട്ടിച്ചു കളഞ്ഞതെങ്കിൽ, പടക്കം പൊട്ടിക്കാനാണ് ആളുകൾ ഉപയോഗിച്ചതെങ്കിൽ അതിന് സമാനമായ തുക ഒരു വിളംബരമില്ലാതെ, ഒരു ഫ്ലക്സുകൾ വെക്കാതെ ആളുകൾ ശേഖരിച്ച് പാവപ്പെട്ടവരായ പട്ടിണിപ്പാവങ്ങളിലേക്ക് അതിൻ്റെ അരികളെത്തിച്ചും ഭക്ഷണ വിഭവങ്ങളെത്തിച്ചുകൊണ്ടും ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു ഫ്ലക്സ് പോലും വച്ചിട്ടില്ല. 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 ലക്ഷം പോക്കറ്റിലായിരിക്കും, 5 ലക്ഷം അതിൻ്റെ ഫ്ലക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിച്ചിറക്കുന്നുണ്ടാകും. എന്നാൽ ഇവിടെ ഒരു ഫ്ലക്സ് ഇല്ലാതെ, ഒരു വിതരണ കമ്മിറ്റി ഇല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഫോഴ്സുകളില്ലാത്ത രൂപത്തിൽ വിശ്വാസികൾ ഒന്നടങ്കം അതിനുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ നടത്തി പാവപ്പെട്ട ആളുകളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന, അവിടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പരസ്യം ചെയ്തിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പാവപ്പെട്ടവരെ പരിഗണിക്കുക എന്നത് മാത്രമായിരുന്നു ഈ പെരുന്നാൾ സുദിനത്തിൽ പോലും നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് മനുഷ്യർക്ക് ഒപ്പമാകണം, മനുഷ്യനാകണം, മനുഷ്യനെ സ്നേഹിക്കുന്നവനാകണം, കാരുണ്യമുള്ളവനാകണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഇസ്ലാമിൻ്റെ മനോഹാരിതയെ മനസ്സിലാക്കാൻ, പഠിക്കാൻ നിങ്ങൾ ഒരു ആവർത്തിയെങ്കിലും ഒന്ന് പരിശ്രമിക്കണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ നന്മകൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.